ഹേ ഗൈസ്, നമ്മുടെ പേജിൽ ഇപ്പോൾ കുറേ നാളെ ഏകദേശം ഒരു 2 വർഷമായിട്ട് ഉണ്ടാവുന്ന തോന്നുന്നു ഒരു മര്യാദക്ക് ലോങ് വീഡിയോസ് എടുത്തിട്ട്. അപ്പം നമുക്ക് ഇനി തൊട്ട് ഞാൻ എന്തായാലും ലോങ് വീഡിയോ റീസ്റ്റാർട്ട് ചെയ്യാൻ പോകും, അല്ലാതെ ശരിയാവില്ല. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ അത് ഫസ്റ്റ് വ്ളോഗാണ്. അപ്പം ഞാൻ എന്ത് വീഡിയോ എടുക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ചു. ഫൈനലി ഡിസൈഡ് ടു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന്. പൊതുവേ അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. അതാകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മളെന്താ ചെയ്യണേന്ന് വെച്ചാൽ അത് അങ്ങോട്ട് കാണിച്ചാൽ മതി. അപ്പോൾ അതെ, ഇപ്പോൾ രാവിലെ എണീച്ചു. ഞാൻ പൊതുവേ രാവിലെ ഇപ്പോൾ 9 മണി 10 മണി ആയിട്ടുണ്ട്. ഞാൻ ഈ ടൈമിൽ ഇത് പുറത്തേക്ക് ഇറങ്ങാറില്ല, സത്യം. വെയിലാണ്. രാവിലെ എണീറ്റും മുഖം കഴുകി സൺസ്ക്രീൻ ഇട്ടതിന് ശേഷമാണ് പുറത്തേക്ക് തന്നെ. സൺസ്ക്രീൻ ഇട്ടിട്ടില്ല, കാരണം സത്യം പറയുമല്ലോ, ഞാൻ സൺസ്ക്രീൻ ഉപയോഗിച്ചതിന് ശേഷമാണ് ഈ സാധനം ഇത്രയ്ക്ക് നല്ലതായിരുന്നോ എന്ന് എനിക്കറിയാം. അല്ല, അതിനു മുമ്പ് ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ പണ്ടത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയാണ് എൻ്റെ ഫേസ് ഇരുന്നതെന്ന്. ഇപ്പോൾ വലിയ മാറ്റമില്ല, പക്ഷെ എന്നാലും മാറ്റം ഉണ്ടെന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ മൈക്ക് കണക്റ്റാണല്ലേ, ഉണ്ട്, മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെ പറയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സൺസ്ക്രീൻ എടുക്കാതെ ഞാൻ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങാറില്ല. അപ്പോൾ അപ്പം ലൈവ് എടുക്കണേ ഞാൻ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് വെച്ചപ്പോൾ എന്തായാലും ഇപ്പോൾ തുടങ്ങാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ഫുഡ് എടുത്ത് വെച്ചേക്കാണ്. അപ്പോൾ നമുക്ക് പോയി ഫുഡ് കഴിക്കാം. ഗൈസ്, നമ്മളിത് ചോറ് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ചോറും കറിയും ലൈറ്റ് എടുത്തിട്ട് കേട്ടോ, ലൈറ്റ് ഇട്ട് ചോറും കറിയും എടുത്ത് വെച്ചേക്കാണ്. മീൻ പൊള്ളിച്ചത് പോലത്തെ ഒരു കറിയാണോ മീൻ ഫ്രൈ ആണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതുമാണ് നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത്. എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയാം. സത്യം പറഞ്ഞാൽ ഈ ഇടയായിട്ട് അന്യ വിശപ്പാണ് ഗൈസ്, തമാശയല്ല. നല്ല വിശപ്പെന്ന് പറഞ്ഞാൽ നല്ല വിശപ്പാണ്. അപ്പോൾ ഒരു മീനെടുത്തു. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ചോറും കൂട്ടി ഒന്ന് കഴിച്ചോട്ടെ. നല്ല വിശപ്പുണ്ട്. ഒരു വെറൈറ്റി കറിയാണ്. ഞാൻ വിചാരിച്ചു നല്ല രസം. എന്ത് കറിയാണെന്ന് എനിക്കറിയില്ല, സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അയിലാണ് എന്തോ കാണിച്ച് കറി ഉണ്ടാക്കി വെച്ചു. അങ്ങനെ ടേസ്റ്റ്, തമാശല്ലോ, കിടുക്കൻ ടേസ്റ്റ്. ഇവിടെ വീട്ടിൽ ആദ്യമായിട്ട് ഉണ്ടാക്കണേ. പോകാം ഗൈസ്. ഫുഡൊക്കെ കഴിച്ചു. പിന്നെ എൻ്റെ ഫേസ് ഇച്ചിരി ഓയിലി ആയിട്ടിരിക്കണം കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ സൺസ്ക്രീൻ തേച്ചാണ്. ഞാൻ റിജിനാൽ മെന്നിൻ്റെ സൺസ്ക്രീനാണ്. ഇച്ചിരി വലിയ രീതിയിലല്ല, എന്നാലും ചെറിയ രീതിയിൽ ഓയിലി ഉണ്ട് കേട്ടോ, ഓയിലി ഉണ്ട്. ഞാൻ പിന്നെ ഈ അഡ്വർടൈസ്മെൻറ്റൊക്കെ സത്യം പറഞ്ഞാൽ അഡ്വർടൈസ്മെൻറ്റൊക്കെ കണ്ടിട്ട് മേടിച്ചതാണ്. കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇച്ചിരി ഓയിലിയാണ്. എൻ്റെ ഇതിന് ചേരില്ല. ഞാൻ ഇതിപ്പോൾ 2 പാക്കറ്റ് അടിച്ചുകൊണ്ട് ഒരെണ്ണം തീരണം. അതിട്ട് വേണം എനിക്ക് മറ്റേ ഓയിലി ഇല്ലാത്ത നോൺ ഓയിലി സൺസ്ക്രീൻ തയ്ക്കാൻ. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സോറി ഗൈസ്, ഞാൻ അതിന് ഉദ്ദേശം എങ്ങനെയാണെന്ന് വെച്ചാൽ ഗൈസ്, ഇനി എന്താ പരിപാടി എന്ന് വെച്ചാൽ ഇനി നമുക്ക് സ്ക്രിപ്റ്റ് എഴുതണം. അതായത് നമ്മളിന്നൊരു കത്രിക്ക ബിരിയാണി പോലത്തെ ഒരു സാധനമാണ് ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ അതിൻ്റെ ഞാൻ സത്യം പറഞ്ഞാൽ ഇതൊന്നും ഞാൻ കണ്ടുപിടിക്കണതല്ല. ഞാൻ ഫുഡ് കുക്ക് ചെയ്യണതൊന്നും ഞാൻ കണ്ടുപിടിക്കണതല്ല. ഞാൻ ഈ യൂട്യൂബിലും ഇവിടെയൊക്കെ കാണുന്നതാണ് നമ്മൾ കുക്ക് ചെയ്യണത്. അല്ലാതെ നമുക്ക് ഈ ഐറ്റംസ് ഞാൻ സ്വന്തം കണ്ടുപിടിച്ച ഒരു ഐറ്റം ഉണ്ടായിരുന്നു. അത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. അതൊരു ഇതാണ്. പക്ഷെ അത് നല്ല ടേസ്റ്റാണ്. അതിൻ്റെ എന്താ പറയുകയെന്ന് വെച്ചാൽ ചിക്കൻ ഒരു മറന്നുപോയി. അപ്പം അത് വിട്. അപ്പം നമുക്കിനി സ്ക്രിപ്റ്റ് ചെയ്ത് ഞാനൊരു തമിഴ് സ്റ്റൈൽ എന്തൊരു കത്രിക്ക ബിരിയാണിയോ അങ്ങനത്തെ ഒരു സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ്, കണ്ടിട്ട് നല്ല ടേസ്റ്റ് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാം. അപ്പം ഞാൻ അവിടെ അരിയൊക്കെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിന് മുമ്പ് നമുക്ക് സ്ക്രിപ്റ്റ് ചെയ്തണം. അതായത് എന്തൊക്കെ വേണം. ഞാൻ ഇന്നലെ എഴുതി വെച്ചായിരുന്നു. അത് ഇവിടെ ഉണ്ടോ നോക്കട്ടെ. എൻ്റെ സ്ക്രിപ്റ്റ് ബുക്ക്. ഇതിൽ പറയുന്ന കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറേ റെസിപ്പിയും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ഇത് പിന്നെ ഞാൻ ട്രേഡിംഗ് ഒക്കെ പഠിച്ചതാണ്. ഇത് ട്രേഡിങ് പഠിച്ചതും ഇത് കണ്ടോ, വെളിച്ചെണ്ണ, സവാള, ഉപ്പ്, ഇതൊക്കെ എഴുതി വെച്ചാണ്. ഇത് നെയിം ഈറ്റിംഗ് ചലഞ്ചിൻ്റെ പിന്നെ ഉണ്ടോ ഇത് നെയിം ഈറ്റിംഗ് ചലഞ്ച്, ഇതൊക്കെ എഴുതണം. ഇത് പിന്നെ ഇതാണ്ടോ ഇത് നെയിം ഈറ്റിംഗ് ചലഞ്ച് എല്ലാം എഴുതണം ഇതിൽ തന്നെയാണ് കേട്ടോ. അപ്പം ഇതൊക്കെ കീറി ഈ കീറി എടുത്തേക്കണെന്ന് വെച്ചാൽ നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകില്ലേ, അപ്പം നമുക്ക് ബാലൻസ് ഉള്ള എഴുതി വെച്ചിട്ട് കീറി എടുത്തോണ്ട് പോകണം കേട്ടോ അത്. പിന്നെ കേരളത്തിൽ ഇതൊക്കെ നമ്മുടെ മറ്റേ വീഡിയോയ്ക്കുള്ള സ്ക്രിപ്റ്റ് പ്രീമിയം ചേർക്ക്. ഇതെന്ത് സാധനം? ഇത് മറ്റേത് ഇത് വീഡിയോയുടെ എന്തൊക്കെ വേണ്ടെന്നുള്ള സാധനങ്ങൾ ഞാൻ എവിടെയും കണ്ട് എഴുതിയായിരുന്നു. ഇനി ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ മേ ബി ഇനി ഒന്നും കൂടി ഉണ്ടാക്കണം എന്നാണ് എനിക്ക് തോന്നണത്. ഫോണിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു പേപ്പറിൽ എഴുതിയാലേ വരുള്ളൂ, ഒരു സാറ്റിസ്ഫാക്ഷൻ വരുള്ളൂ. ഞാൻ കുറേ ഇങ്ങനെ
ഫോണിൽ എഴുതിയെടുക്കാന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ച് ഭ്രാന്ത് പിടിക്കും. അപ്പോൾ നമുക്കത് ഒരു പേപ്പർ, ഞാൻ പറഞ്ഞ പോലെ തന്നെ പേപ്പർ കീറിയിട്ടുണ്ട്. അപ്പോൾ ഇനി പേപ്പറിൽ വേണം സ്ക്രിപ്റ്റ് ചെയ്താൽ. ഞാൻ ആ വീഡിയോ നോക്കി സ്ക്രിപ്റ്റ് ചെയ്തട്ടെ. അങ്ങനെ ഗൈസ് നമ്മളിത് സ്ക്രിപ്റ്റൊക്കെ എഴുതി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളവിടെ റൈസൊക്കെ സോക്ക് ചെയ്യാൻ വെച്ചാണ് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ റൈസൊക്കെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അത് പച്ചക്കറികളൊക്കെ ഇവിടെ ഇരിക്കുന്നു. പിന്നെ സ്പൈസസ് ഒക്കെ ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അതിൻ്റെ പേര് ബിരിയാണി, കത്രിക്ക ബിരിയാണി അതുണ്ടാക്കാൻ പോകട്ടെ. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ക്ലീനൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം ഇനി ബിരിയാണി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ഷോർട്സ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. നമുക്ക് ഇത് എല്ലാം കൂടി ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റില്ല. ഞാനൊരു എക്സ്പീരിയൻസ് ആയി വന്നുള്ളൂ കുറേ നാളയിൽ എടുത്തിട്ട്. അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണാം. ഗൈസ് നമ്മുടെ ബിരിയാണി അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, ബ്രിഞ്ചാൾ ബിരിയാണി. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വേണി ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കി കാണിച്ചാൽ റൈസ് ഇട്ടിട്ടില്ല, റൈസ് അവിടെ സോക്ക് ചെയ്യാൻ വെച്ചേക്കാണ്. അത് ജസ്റ്റ് ഒന്ന് പൊക്കി വെച്ചേക്കണം. അപ്പോൾ ഇതൊന്ന് റെഡി ആവട്ടെ, ഇനി വൈകുന്നേരം കാണാം. ഇനി സോക്ക് ചെയ്ത റൈസ് ഇടണം, പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഗൈസ് ഫൈനലി നമ്മുടെ ബിരിയാണി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ബ്രിഞ്ചാൾ ബിരിയാണി നോക്കി നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇനി അപ്പ് വന്നിട്ട് വേണം നമുക്കിതൊന്ന് സെർവ് ചെയ്ത് കഴിക്കാനായിട്ട്. അല്ല കഴിക്കണേ വീഡിയോ എടുക്കാനായിട്ട്. ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഗൈസ് നമ്മുടെ ബ്രിഞ്ചാൾ ബിരിയാണി കേട്ടോ, കൊള്ളാം. പക്ഷേ ഒരു മൈൽഡ് ടേസ്റ്റാണ്. മൈൽഡ് ടേസ്റ്റ് എന്നിട്ട് ഈ ബ്രിഞ്ചാളിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് കയറിയതിനോട് കുഴപ്പമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല ഗൈസ്. എന്താ പറയുക, ആ ബ്രിഞ്ചാള് സത്യം പറഞ്ഞാൽ ഞാൻ ബ്രിഞ്ചാള് ആ ഫ്രൈ ചെയ്ത് മാത്രമേ കഴിക്കുള്ളൂ. അതായത് ഉപ്പും മുളക് ചേർത്ത് ഫ്രൈ ചെയ്തുണ്ടല്ലോ കിടക്കുന്നതാണ്, അങ്ങനെ മാത്രമേ കഴിക്കുള്ളൂ. അല്ലാതെ എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ ബ്രിഞ്ചാൾ ഇഷ്ടമില്ലാത്തവർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് വളരെ കുറവാണ്. പക്ഷെ കുഴപ്പമില്ല, നല്ല ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ അല്ലാതെ വലിയ ടേസ്റ്റ് ഒന്നും എനിക്കില്ല, ഇഷ്ടമില്ല. കാരണം ബ്രിഞ്ചാൾ ഇഷ്ടമല്ലാത്തതുകൊണ്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെടില്ല. പക്ഷെ കുഴപ്പമില്ല. ഗൈസ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും അപ്പു വന്നു. ഗൈസ് അപ്പു വന്നതും ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുകയാണ്. നമ്മുടെ ഫുഡ് ഇവിടെ റെഡി. അപ്പൊ പാത്രങ്ങൾ കഴുകി വയ്ക്കുകയാണ്. കഴുകി അവരുടെ അടുത്ത് വാഴയില വെട്ടാൻ പറഞ്ഞിട്ട് അവൻ വാഴയില വെട്ടിക്കൊണ്ടില്ല. അവൻ പാത്രം ഈ വാഴയില കൊള്ളൂർ കുറച്ചുകൂടി ഉയരത്തിലാണ്. ചാടി പറിക്കലോ, ചാടിയെ എത്തുകയില്ല. എത്തുകയുണ്ടാ. ഗൈസ് നമുക്ക് പോയി വാഴയില പറിക്കട്ടെ. ഇവനൊന്നും ശരിയാവൂല. ഞാൻ പോയി പറയട്ടെ, കത്തി എടുക്കട്ടെ. കഴിഞ്ഞാ കുഴപ്പമില്ലല്ലോ. ഇതിപ്പോ നിരത്തി വെച്ചോണ പോലെ ഉണ്ടല്ലേ. ഇതാക്കട്ടെ. അങ്ങനെയൊക്കെയാ. നീ എന്തോരം നീ കൊറേ ഉണ്ട്. ഞാൻ കൊറേ ഉണ്ടാക്കിയിട്ടുണ്ട്. സിറ്റിങ് കൊടുക്കാം. ബ്രിഞ്ചാൾ ബിരിയാണി ഉണ്ടപ്പോ കൊഴപ്പൊന്നുമില്ല. അതായത് ബ്രിഞ്ചാളായോണ്ട് ഞാൻ കഴിച്ചായിരുന്നു. എടുത്ത് അവിടെ എടുത്ത് വെച്ചേരാ. ഇനി ക്ലീൻ ചെയ്യാനുള്ള ഫുള്ള്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ബ്രിഞ്ചാളിന്റെ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് അധികം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പൂനും വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അല്ലെങ്കിൽ അപ്പു കാലം തീർക്കേണ്ടതാണ്. ഇവിടെയൊക്കെ കിടക്കണാണ്ടില്ലേ, ഇത് ഫുള്ള് ക്ലീൻ ചെയ്യണം. അപ്പു അവിടെ ഇത് ചെയ്യും, ഞാൻ ഇത് ഫുള്ള് ഇതാക്കും. അപ്പൊ പാത്രങ്ങളൊക്കെ കഴിച്ചാ അപ്പൊ ഇനി എനിക്കാണ് ഫുള്ള് പരിപാടി എനിക്കാണ്. തീറ്റ കഴിഞ്ഞ് ഇതേപോലെ ഓടിച്ച് കിടത്താൽ മതി നിനക്ക്. എനിക്കിനി എന്തൊക്കെ പണിയുണ്ടെന്ന് അറിയോ? ഇന്ന് വീഴും. കെർവ് ചെയ്തിട്ടാ പിന്നെ ഓടൂലല്ലോ. പിന്നെ നമ്മൾ സ്റ്റെക്കായി ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വരും. അപ്പൊ അവിടെ വെച്ച് ഞാൻ അങ്ങോട്ടേക്ക് ചാടി. ശരി. ഇവന് വേറെ ഒരു പണിയില്ല. എനിക്ക് എന്തൊക്കെ പണിയെന്നറിയോ? വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. 2 വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. വി ഫോർ വിക്ടറി. ഒരു പണിയില്ലാത്തത്. ഗൈസ് എഡിറ്റിങ്ങും എല്ലാം കഴിഞ്ഞ് ഞാൻ ഒന്ന് റെഡായപ്പോഴത്തേക്കുണ്ടല്ലോ സമയം 7:30 ഇനിയുണ്ട് പരിപാടി. ഇനി അടുത്ത വീഡിയോ. ഇപ്പം ഞാനിപ്പോൾ ഒരു ചലഞ്ച് എടുത്തേക്കാണ്. അപ്പോൾ ആ ഒരു ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ്. അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഞാൻ ട്രൈ ചെയ്യും. അപ്പോൾ ഇനി എന്താ വെച്ചാൽ ഫേസ്ബുക്കിൽ ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചലഞ്ചാണ്. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ മേടിക്കാം. അപ്പോൾ 24/7 വർക്കിംഗ് ആണ് ഗൈസ്. ഞാനിപ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുറച്ച് മടിയൊക്കെ മാറാണ്ട്. നല്ല മടി എന്ന് പറഞ്ഞാൽ മടിയുടെ
പീക്ക് എന്നൊക്കെ പറയും, അത്രയ്ക്കും പീക്കിലാണ്. അപ്പോൾ അതൊന്ന് മാറണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് ഞാൻ ഈ ചലഞ്ച് എടുത്തത്. അപ്പോൾ രാവിലെ 6 മണിക്കൊക്കെ ഞാൻ ഇപ്പോൾ എണീക്കും. ഇന്നിച്ചിരി മണിക്ക് പോയി 7:30 എന്നാലും എണീക്കും. അപ്പോൾ ഇനി നമ്മൾ നേരെ വീടിൻ്റെ അടുത്തൊരു കടയുണ്ട്, അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ കേട്ടോ ഇന്നത്തെ വീഡിയോയ്ക്കുള്ളത്. ഗൈസ് ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഗൈസ് നമ്മളത് ഇന്നത്തെ രണ്ടാമത്തെ കുക്കിങ്ങും കഴിഞ്ഞ് ഞാനത് കുക്ക് ചെയ്ത ഐറ്റം കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഫുൾ ടൈം കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം കുക്കിംഗ് ആണ് ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു സാധനം ഉണ്ടാക്കി. നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ മറ്റേ ഇതില്ലേ എന്താ ബ്രിഞ്ചാള് ബിരിയാണി, അതിൻ്റെ ഒപ്പം ഞാൻ കുറച്ച് മുട്ടയും കൂടി ഇട്ടു കേട്ടോ. മുട്ടയും കൂടി ഇട്ട് ഇത് നമ്മൾ ഇങ്ങനെ ചിക്കി എടുത്തേക്കാണ്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ കഴിക്കാം, മുട്ട ബിരിയാണി ആയിട്ട് കഴിക്കാം. അപ്പം കിച്ചനൊക്കെ ആകെ ഷോക്കായിട്ട് കിടക്കാണ് കേട്ടോ. ഓരോ സാധനങ്ങളും ആകെ ഷോക്കായിട്ട് കിടക്കാണ്. ഇത് നമ്മൾ ട്രൈപോഡ് ഇങ്ങനെ വെക്കണ കേട്ടോ, കറക്റ്റായിട്ടൊരു അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി മേടിച്ചാണ്. ഇത് കുറച്ച് സാധനങ്ങൾ പിന്നെ നിലത്ത് കുറേ ഇത് കിടക്കുന്നുണ്ട്, ഇതൊക്കെ ക്ലീൻ ചെയ്യാനുള്ളതാണ് കേട്ടോ. എല്ലാം ഒറ്റയ്ക്ക് ഞാൻ തന്നെ ചെയ്യണം. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇത് വീഡിയോ നിങ്ങൾക്ക് ഇച്ചിരി ബോറടിച്ചിട്ടുണ്ടാവും എന്നറിയാം, കാരണം ഇത്രേ ഉള്ളൂ. ഇപ്പം ഇനി കുറച്ച് നാളത്തേക്ക് ഇത് ഇനിയായിരിക്കും റിപ്പീറ്റേഷൻ, അല്ലാതെ വേറെ ഇതൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മളിപ്പോൾ ഞാൻ നേരത്തെ എപ്പോഴും പറയാനുള്ളത് ഒരു ചലഞ്ച് എടുത്തേക്കാണ്, അതെങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം. അതിൻ്റെ ഡിസിപ്ലിനൊക്കെ ഒന്ന് കുറച്ചും കൂടി സെറ്റാക്കാനാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഗൈസ് ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതൊന്ന് അടുക്കി പറക്കി വെച്ചതിന് ശേഷം വേണം എനിക്ക് ഫുഡ് കഴിച്ചിട്ട് കിടക്കാൻ. അപ്പോൾ ഗൈസ് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ.